പ്രചരിപ്പിക്കാൻ മിടുക്കന്മാർ കോൺഗ്രസ്സുകാരാണോ ബി.ജെ.പിക്കാരാണോ? കള്ളം ആവർത്തിച്ച് പറഞ്ഞ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ മിടുക്കന്മാർ കോൺഗ്രസ്സുകാരാണെങ്കിലും കലാപരമായി കള്ളം പ്രചരിപ്പിക്കാൻ മിടുക്കന്മാർ സംഘികളാണ്. ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പവർക്കെട്ടില്ലാത്ത 10 വർഷങ്ങൾ മൂന്നാം പിണറായി സർക്കാരിനെ ജയിപ്പിക്കാൻ ഇതല്ലാതെ വേറെ വല്ല കാരണവും ഓർമ്മയുണ്ട? ഉമ്മൻചാണ്ടി വെച്ചുകൊടുക്കുന്ന സമയത്ത് അരമണിക്കൂർ കൊണ്ടുവരുന്നത് പുറത്തുനിന്ന് നീ വൺ നേഷൻ വൺ ഗ്രിഡ് വൺ ഫ്രീക്വൻസി എന്ന് കേട്ടോ. അതെന്താണ് സംഘികളുടെ പുതിയ വല്ല പരിപാടിയായിരിക്കും അല്ലേ? അതൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല. സംഘികളുടെ പുതിയ പരിപാടിയല്ല, വളരെ പഴയതാ. ഏകദേശം 10 വർഷം പഴക്കമുണ്ട്. മുമ്പ് ഈ ഇന്ത്യയിൽ 5 പവർ ഗ്രിഡുകൾ ഉണ്ടായിരുന്നു. ഇതിൽ സതേൺ ഗ്രിഡ് എന്ന് പറയുന്നത്, അതായത് കേരളത്തിലേക്കൊക്കെ വൈദ്യുതി എത്തിക്കുന്നത്, അത് ഭയങ്കര ഒറ്റപ്പെട്ടതായിരുന്നു. അതിനെ നാഷണൽ ഗ്രിഡുമായിട്ട് 2013 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ ബന്ധിപ്പിച്ചതോടെയാണ് ഈ നേരത്തെ തള്ളിയ ആ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ അത് കേരളത്തിൽ സാധ്യമായത്. സദേൺ പവർ ഗ്രിഡിനെ നാഷണൽ ഗ്രിഡുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പവർ കട്ട് ഇല്ലാത്ത 10 വർഷം ഉണ്ടായതെന്നാണ് ഈ സംഘി നിർമ്മിത വീഡിയോ പറയുന്നത്. അത് മോദി സർക്കാരിന്റെ കാലത്ത് ചെയ്തതാണെന്നും ആയതിനാൽ ഇതിന്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനാണെന്നുമാണ് ഇവരുടെ നുണപ്രചാരണം. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? ഈ വീഡിയോയിൽ തന്നെ പറയുന്നു ദേശീയ ഗ്രിഡുമായി ബന്ധിപ്പിച്ചത് 2013-ലാണെന്ന്. അങ്ങനെയെങ്കിൽ പിന്നെയും 3 വർഷം ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്നല്ലോ. ഗ്രിഡ് മാത്രം മതിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് മണിക്കൂറുകളോളം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായി? ഇനി 2013-ൽ രാജ്യം ഭരിച്ചത് മോദി സർക്കാർ അല്ലല്ലോ, പിന്നെ എങ്ങനെ അതിന്റെ ക്രെഡിറ്റ് മോദിക്ക് കിട്ടും? അപ്പോ ആ നുണയും പൊളിഞ്ഞു. കേരളം ഇന്ന് ഉപയോഗിക്കുന്നതിൽ 75% വൈദ്യുതി വരുന്നത് ഈ നാഷണൽ ഗ്രിഡിൽ. നമ്മളിവിടെ നീ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്നുണ്ട് 5700 MU മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉപഭോഗത്താണ് അറിയാമോ 24,900 MU. ഇനി ഈ വർഷത്തിലേക്ക് തന്നെ വരാം. ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ലഭിച്ചാൽ മാത്രം പോരാ, അത് വോൾട്ടേജ് ക്ഷാമമില്ലാതെ വിതരണം ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യം സംസ്ഥാനത്തിന് വേണം. അതുണ്ടാക്കിയത് LDF സർക്കാരാണ്. ഇനി 75% വൈദ്യുതി നാഷണൽ ഗ്രിഡിൽ നിന്ന് എത്തിക്കുന്നതിനെ കുറിച്ച് പറയാം. വർഷങ്ങളായി UDF സർക്കാർ ഇഴച്ചു നോക്കിയ എടമൺ കൊച്ചി 400 kV ലൈൻ ഇച്ഛാശക്തിയോടെ പൂർത്തിയാക്കിയത് 1ാം പിണറായി സർക്കാരാണ്. അങ്ങനെയാണ് പുറത്തു നിന്നുള്ള വൈദ്യുതി ഒരു തടസ്സവുമില്ലാതെ കേരളത്തിലേക്ക് എത്തിക്കാനായത്. ദേശീയ ഗ്രിഡിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കേരളത്തിൽ വിതരണം ചെയ്യാനായി സർക്കാർ ആവിഷ്കരിച്ച ബൃഹത്തായ പദ്ധതിയാണ് ട്രെൻസ് ഗ്രിഡ് 2.0. ഇതിലൂടെ നിരവധി പുതിയ സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുകയും പഴവയുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ഹൈടെൻഷൻ ലൈനുകൾ വലിക്കുകയും ചെയ്തു. ഈ മുന്നൊരുക്കങ്ങൾ ഇല്ലെങ്കിൽ ഗ്രിഡിലെ വൈദ്യുതി ജനങ്ങളിലേക്ക് എത്തില്ലായിരുന്നു. സമരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഈയൊക്കെ പണ്ട് സമരം ചെയ്ത് കൂട്ടിക്കാൻ ശ്രമിച്ച കൂടകുളം ആണവനില്ലേ, അതിപ്പോ ഈ നാഷണൽ ഗ്രിഡിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് സമരങ്ങൾ നിങ്ങളെ വിജയിക്കാതെ പോയതുകൊണ്ട് കൂടിയാണ് കേരളത്തില് കറണ്ട് കട്ടില്ലാത്ത 10 വർഷം ലഭ്യമായി. കൂടംകുളത്തിന്റെ കാര്യം പറയാം. 2002-ലാണ് കൂടംകുളം പദ്ധതി ആരംഭിച്ചത്. അതിന് മോദിയുമായി ഒരു ബന്ധവുമില്ല. കൂടംകുളത്ത് നിന്ന് കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള പ്രസരണ ലൈനിന്റെ പണികൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്തംഭിപ്പിച്ചതാണ്. പിന്നീട് പിണറായി സർക്കാരിന്റെ കാലത്താണ് പ്രസരണ ലൈൻ നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ നീക്കി പണികൾ പുനരാരംഭിച്ചതും പൂർത്തീകരിച്ചതും. ആ ലൈൻ പണി അന്ന് പിണറായി പൂർത്തീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പവർ കട്ട് വേണ്ടി വരുമായിരുന്നു. ഇനി വീഡിയോ സംഖ്യകളോട് ഒരു ചോദ്യം. ബി.ജെ.പി ഭരിക്കുന്ന പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും പവർ കട്ടുണ്ട്. അവിടെയൊന്നും ഈ നാഷണൽ പവർ ഗ്രിഡ് വർക്ക് ചെയ്യുന്നില്ലേ?